പശു വളർത്തൽ മികച്ച സംരംഭമാണോ എന്ന് ചോദിക്കുന്നവർ കാസർഗോഡ് ഉദുമയിലെ ആരിഫ ഷമീറിൻ്റെ ഈ കഥ കാണണം. ക്ഷീരോത്പാദന രംഗത്തേക്ക് 4 വർഷം മുമ്പ് കടന്നുവന്ന ആരിഫ ഇപ്പോൾ അത്യാധുനിക സൗകര്യമുള്ള ഡയറി ഫാമിൻ്റെയും പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മിൽക്കാസ് ബ്രാൻഡിൻ്റെയും ഉടമയാണ്. എനിക്ക് നല്ല പശുവിനെ പിടിക്കാൻ പേടിയുണ്ടായ ഞാനാണ്. ഇന്നിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. പശുവിനെ എനിക്കത്ര വലിയ പേടിയില്ല. അങ്ങനെയായി. കോവിഡ് കാലത്ത് മനുഷ്യരൊന്നാകെ അടച്ചിടപ്പെട്ടപ്പോൾ ഉയർന്നു വന്ന അതിജീവന ആശയങ്ങളിൽ നിന്നും വളർന്നു വന്ന സംരംഭങ്ങളിലൊന്നാണ് ആരിഫ ഷമീറിൻ്റേത്. +2 നഴ്സറി അധ്യാപിക പരിശീലനവും അറബിക് TTCയും കഴിഞ്ഞ സ്വകാര്യ സ്കൂളിൽ 7 വർഷക്കാലമായി ജോലി ചെയ്യുന്നതിനിടെയാണ് കോവിഡ് പ്രതിസന്ധി എത്തിയത്. അടച്ചിടൽ കാലത്ത് ജോലിയില്ലാതായതോടെ കുട്ടികൾക്ക് ഉടുപ്പ് തുന്നി വരുമാനം കണ്ടെത്തിയിരുന്ന ആരിഫയ്ക്ക് സർക്കാർ സ്കൂൾ അധ്യാപകനായ ഭർത്താവ് ഷമീറാണ് പശു വളർത്തലിലേക്ക് കടന്നു വരാൻ പ്രേരണ നൽകിയത്. ഒരു നാടൻ പശുവിൽ നിന്ന് തുടങ്ങി 4 വർഷത്തിനിപ്പുറം അത്യുൽപാദന ശേഷിയുള്ള HF ഇനത്തിൽപ്പെട്ട കറവയുള്ള 6 എണ്ണം ഉൾപ്പെടെ 10 പശുക്കളും 6 കിടാവുമുള്ള ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഡയറി ഫാമിന്റെയും പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ചെറുകിട സംരംഭത്തിന്റെയും ഉടമയാണ് ആരിഫ. എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം എന്നോട് പറഞ്ഞു നമുക്കൊരു പശുവിനെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കുള്ളം പശുവിനെ വാങ്ങി. അപ്പോൾ ആയിരുന്നു പിന്നെ എനിക്കതൊരു പേടിയാണ്, പശുവിനെ എങ്ങനെ അത് ഓടിപ്പോന്ന്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാനത് വിറ്റ്. ഇനിയും 2 വർഷം കഴിയുമ്പോൾ വീണ്ടും എന്നോട് പറഞ്ഞ് നിനക്ക് പശുവിനെ വാങ്ങിക്കൂടെ നോയിക്കൂടെ എന്ന് പറയുമ്പോൾ കൊറോണയെല്ലാം കഴിഞ്ഞതേ ഉള്ളൂ അന്നേരം. അപ്പോൾ പിന്നെ ഒരു പശുവിനെ നമ്മൾ വാങ്ങിയിട്ട് അതിനെയും കറക്കാനൊന്നും അറിയില്ല, ഇങ്ങനെ സ്വന്തമായിട്ട് എങ്ങനെയല്ലോ ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ അത് ചവിട്ടാൻ തുടങ്ങി. അതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ചുണ്ടായിന്. അന്നേരം നമ്മളൊരു മെമ്പറുണ്ട്, ചന്ദ്രൻ മെമ്പർ, അവരെ അയച്ച് ഇത് കറക്കാൻ വേണ്ടിയിട്ട്. അവർ വന്ന് കാലിലങ്ങോട്ട് കറന്ന് പഠിപ്പിച്ചാണ് നമുക്കിങ്ങനെ കറക്കണം. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് ശരിയാവായിട്ട് അതിനെ കൊടുത്തിട്ട് വീണ്ടും പശുവിനെ വാങ്ങി. അതിൽ നല്ലൊരിതായി. പിന്നെ 1, 2, 3, 4 അങ്ങനെ പോയി. ഇപ്പോൾ ഒരു 10 പശുവും ഒരു 6 കിടാരികളും ഉണ്ട്. പാൽ വിൽപ്പനക്കപ്പുറം വരുമാനം വർദ്ധിപ്പിക്കണമെന്ന ചിന്തയിൽ നിന്നാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. മോരിനും തൈരിനുമെല്ലാം ആവശ്യക്കാരേറെ എത്തി. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ ശാസ്ത്രീയമായ പരിശീലനം നേടുന്നതിന് ക്ഷീരവകുപ്പ് കോഴിക്കോട് നടുവട്ടത്ത് സംഘടിപ്പിച്ച 10 ദിവസത്തെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തു. തിരിച്ചെത്തുമ്പോൾ പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്വന്തം ബ്രാൻഡ് എന്ന ആശയം ആരിഫ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഡയറി ഫാം നവീകരിക്കാനും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള യന്ത്രങ്ങൾ വാങ്ങിക്കുന്നതിനും ക്ഷീരവകുപ്പും കുടുംബശ്രീയും വ്യവസായ വകുപ്പും വിവിധ ബാങ്കുകളും സഹായവുമായി എത്തി. അങ്ങനെ പാലമൃതൂട്ടുന്ന മിൽക്കാസ് ബ്രാൻഡ് പിറന്നു. തൈര്, മോര്, പനീർ, പേട, രസഗുള, ബർഫി തുടങ്ങി 30-ലധികം ഉൽപ്പന്നങ്ങളാണ് മിൽക്കാസ് ബ്രാൻഡിലൂടെ ഉപഭോക്താക്കളിലെത്തിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ വെറുതെ ഒന്ന് തൈരുണ്ടാക്കി നോക്കിയത്. ഉമ്മാനോട് ചോദിച്ച് തൈരുണ്ടാക്കാൻ ചോദിച്ചിട്ട് അങ്ങനെ നാടൻ തൈരുണ്ടാക്കി നോക്കി. നല്ല എല്ലാവർക്കും കുറച്ച് ആദ്യം കൊടുത്തപ്പോൾ നല്ലതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അതിൽ വിചാരിച്ചു കൂടുതൽ ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ അതിൽ നമ്മളെ പശുവും പാൽ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പം അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുമല്ല ഗുണങ്ങളും കുറച്ച് കൂടുതൽ തന്നെ. അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ കോഴിക്കോട് ട്രെയിനിങ്ങിനെല്ലാം പോയി, പൂക്കോട് പോയിന് ചീസിൻ്റെ ട്രെയിനിങ്ങിന്, അവിടെയും പോയി അങ്ങനെ പഠിച്ചു. ആദ്യം ചെറുതായിട്ട് കൗതുകത്തിന് തന്നെ, പിന്നെ അത് ആൾക്കാരതിന് അന്വേഷിച്ച് വരുന്നത് കൊണ്ട് കൂടുതൽ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം കുറച്ച് കൂടുതലെന്ന് പറയാൻ പറ്റില്ല, എന്നാലും എൻ്റെ പശുവിൻ്റെ പാലിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 20 ലിറ്റർ ചെയ്യുന്നു. നിലവിൽ ദിവസേന ലഭിക്കുന്ന 80 ലിറ്റർ പാലിൽ നിന്ന് 20 ലിറ്റർ ക്ഷീരസംഘത്തിനും 30 ലിറ്റർ നേരിട്ടും വിൽപ്പന നടത്തും. 30 ലിറ്റർ പാലിൽ നിന്ന് മറ്റുൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നു. ഫാമിലെ ജോലികളും ഉൽപ്പന്ന നിർമ്മാണവും വിൽപ്പനയുമെല്ലാം ആരിഫ തന്നെയാണ് ചെയ്യുന്നത്. ചാണകവും മൂത്രവും യന്ത്ര സംവിധാനം വഴി സംസ്കരിച്ച് പൊടിവളമാക്കി വിൽപ്പന നടത്തുന്നുണ്ട്. അവശേഷിക്കുന്ന മാലിന്യം ഉപയോഗിച്ച് വീട്ടിലാവശ്യമായ ബയോഗ്യാസ് നിർമ്മിക്കുന്നു. ക്ഷീരോത്പാദന രംഗത്തേക്ക് കടന്നുവരുന്നവർക്കുള്ള അനുകരണീയ മാതൃകയായി ക്ഷീരവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്ന സംസ്ഥാനത്തെ പ്രധാന ക്ഷീരസംരംഭകരിൽ ഒരാളാണെന്ന് ആരിഫ. അധ്യാപികയായി ജോലി ചെയ്താൽ പോരെയെന്ന് ഇപ്പോഴും ചോദിക്കുന്നവരോട് പാലിന്റെ വെണ്മ നൽകുന്ന ആത്മവിശ്വാസത്തോടെ ആരിഫക്ക് പറയാനുള്ളത് ഇതാണ്. പക്ഷെ ഇതിനപ്പുറം വലിയൊന്നും എനിക്ക് തോന്നുന്നില്ല.
തന്നെയാണ്. ഇതിലെങ്ങനെ മാറ്റം വരുത്തും, എങ്ങനെ എന്ത് ചെയ്യണ്ടേ എന്നുള്ള ഒരിതിൽ ഞാൻ പോകുന്നുള്ളത്. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.